ചില വൈദികർ അവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ എടുത്തു കാണിക്കും. അതുപോലെ കൊച്ചച്ചന്മാർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു കാണിക്കും. ഹൈലൈറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കാണ് തോന്നുന്നത്. അപ്പോൾ പിള്ളേർ ആ സമയത്തൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അതെല്ലാം മറന്നിട്ട് അവർക്ക് വേണ്ടിയല്ലാതെ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. അത് നടക്കും. പക്ഷേ ആ റെയിൻ വാട്ടർ ആ സിസ്റ്റം സോളാർ അതൊക്കെ അവർക്ക് ഭയങ്കര കാര്യമാണ്. കാരണം അതിലേ അതുകൊണ്ട് പിള്ളേർ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറയും ഇതൊക്കെ നിങ്ങൾ സന്തോഷത്തോടെ ഉപയോഗിക്കുന്നു. ഇത് ഞാൻ പോകാറായപ്പോൾ അവർ പറഞ്ഞു ഞാനും പോകാണ്, ഇത് നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. പക്ഷേ ഇതുപോലെ ഭാവിയിൽ നിങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലായിടത്തും എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് നിങ്ങൾ ചെയ്യും. അതാണ് എപ്പോഴും ഞാൻ അവരോട് ഹൈലൈറ്റ് ചെയ്യുന്നത്. സെമിനാർ ഇപ്പോൾ ഫിലോസഫിയിലായപ്പോഴും വലിയ ആൾക്കാരൊക്കെ അല്ലേ ഇതെല്ലാം കഴിഞ്ഞ് വരുന്നതല്ലേ. അപ്പോൾ അവരോട് പറയേണ്ട ഇതാണ്, ഇവിടെയുള്ള അച്ഛന്മാരൊക്കെ നിങ്ങളെ ഓർത്താണ് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി പലരെയും ഓർത്തിന് ചെയ്യാൻ പിന്നെ ഞാൻ അവരെ ഇന്ന് കൊണ്ടുപോകായിരുന്നു സോഷ്യൽ വർക്ക്. അപ്പോൾ ഞാൻ പോകുമായിരുന്നു അവിടെ. അപ്പോൾ ഒന്നിച്ച് പ്രവർത്തിക്കും. പിന്നെ ആശുപത്രി പോകുമായിരുന്നു. അപ്പോൾ ഈ ക്ഷയരോഗമുള്ള കൊച്ചു കുട്ടികളൊക്കെ താമസിക്കുന്നത് അവിടെ പോയി ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുക, അവർക്ക് കേക്ക് കൊടുക്കുക ഒക്കെ. അതൊക്കെ ഇവരുടെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു കുറേ കാലം. അത് അച്ഛന്മാരുടെ കഴിവാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യിപ്പിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷനാണ് നമുക്ക് നന്മ ചെയ്താൽ പോരാ, നമ്മുടെ നന്മ മൂലം മറ്റുള്ളവർക്ക് നന്മയുണ്ടാകും. അങ്ങനെ വന്നാലാണ് നമ്മുടെ ഏത് പ്രവർത്തനത്തിനും വിലയുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്ഥിരപ്പെടുത്താൻ പറ്റും എന്നുള്ളൊരാശയം ഞാൻ പഠിപ്പിച്ചപ്പോഴും പ്രൊവിഷണലായിരുന്നു ഞാൻ പറഞ്ഞു.